പാഠം 819. രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മണി എത്രയാന്ന് നിനക്കറിയാമോ? മോഹനയുടെ വാച്ചില്ലേ, അപ്പുറത്ത് ക്ലോക്ക് ഇരിപ്പുണ്ട്, ഒന്നങ്ങ് നോക്കിക്കൂടെ? സമയം നോക്കാൻ എനിക്കറിയാം. മണി 8:40. എനിക്ക് ആഫീസിൽ പോണ്ടേ? വേണം. ആഫീസിൽ പോകണമെങ്കിൽ ഷർട്ട് മുണ്ട് തേക്കണ്ടേ? ഇതുവരെ നീ ചെയ്തിട്ടില്ല. ഇതൊന്ന് അലക്കിയിട്ടിട്ട് ഞാൻ വരാം. നാളെ മോഹനയുടെ ഇടാനുള്ള ഷർട്ടാ. ഇപ്പൊ കഴിയിട്ടിട്ടുണ്ടെങ്കിൽ വൈകിട്ട് വരുമ്പോഴേക്കും ഉണങ്ങി കിട്ടുമല്ലോ. ഇല്ലെങ്കിൽ നാളെ രാവിലെ മോഹനയുടെ ചോദിക്കാൻ പോകുന്നതേ ഷർട്ടും മുണ്ടും തേച്ചോ എന്നായി. ഷർട്ടും മുണ്ടും അലക്കാത്തത് എന്താ എന്നായിരിക്കും. ഇതൊക്കെ നിനക്ക് നേരത്തെ ചെയ്യാമായിരുന്നു. എപ്പോഴായിരുന്നു മോനേട്ടാ? എനിക്ക് ഇവിടെ വേറെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. എല്ലാം ചെയ്യാൻ ഞാൻ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. ഇത് നീ സ്ഥിരം പറയുന്നൊരു മറുപടിയാണ്. വേണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ജോലികൾ തീർക്കാൻ 1 മണിക്കൂർ മതി. പക്ഷെ നീ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എന്നെ കാണിക്കാൻ പറ്റില്ലല്ലോ. രാവിലെ വെറുതെ എന്റെ വാലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കാതെ മോഹനേട്ടൻ അപ്പുറത്ത് പോലും പോകാൻ നോക്ക്. സകല ജോലി ഞാൻ തന്നെ ചെയ്യാൻ വേണം. എന്നിട്ട് പിന്നെ കുറ്റപറച്ചിലോട് കേൾക്കണം. ഈയടാ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന ജോലിയുള്ളൂ. എന്നാ പിന്നെ മോഹനേട്ടൻ ഇതെല്ലാം കൂടെ 1 മണിക്കൂർ കൊണ്ടൊന്ന് ചെയ്ത് കാണിക്ക്. 1 മണിക്കൂർ കൊണ്ട് വേണ്ട, 1 ദിവസം മുഴുവനായിട്ട് തരാം. ഞാൻ രാവിലെ ചെയ്യുന്ന ജോലി 1 ദിവസം കൊണ്ട് മോഹനോട് ചെയ്യാൻ പറ്റൂ? വർത്താനം പറയാനേ പ്രത്യേകിച്ച് പാടൊന്നുമില്ല. അതുപോലെയല്ല ഒരു കാര്യം ചെയ്തു കാണിക്കുന്നത്. നീ എന്താണ് ഇത്ര മലമറിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, മനസ്സിലാവില്ല. മോനേട്ടൻ അത് മനസ്സിലാക്കാൻ വേണ്ട. പറ്റുമെങ്കിൽ പോയിട്ട് ആ ഫോൺ എടുക്കാൻ നോക്ക്. ഇനി അതിന് ഞാൻ തന്നെ പറഞ്ഞോ? രാവിലെ വടക്കുണ്ടാക്കാൻ ഒരു അവസരം നോക്കി ഇറങ്ങിയിരിക്കുന്നില്ലേ ഓഫീസർ? ഹലോ, അതെ, ഉണ്ട്, കൊടുക്കാം. ഭാമേ, ഭാമ കുറച്ച് തിരക്കിലാണ്, എന്നാലും ഇപ്പോൾ വരും. ആരാ മോനോട്ടാ? വിദ്യാലക്ഷ്മി. ആ വിദ്യ. ഓ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. രാവിലെ ഇവിടുത്തെ ജോലി ഒന്നും തീർന്നിട്ടില്ല. മോഹനേട്ടനാണ് ആഫീസിൽ പോകുന്ന കാര്യം പറഞ്ഞു ചുമ്മാ ധൃതി പിടിപ്പിച്ചോണ്ടിരിക്കുക. എല്ലാം തീർത്തിട്ട് മോഹനേട്ടൻ ആഫീസിൽ പോയി കഴിഞ്ഞിട്ട് നിന്നെ സ്വസ്ഥായിട്ട് വിളിക്കാന്ന് കരുതിയ നേരത്തെ വിളിക്കാതിരുന്നത്. അതെ. ഓ, അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. തുണി അലക്കാനും തേക്കാനും അടുക്കള ജോലി ചെയ്യാനും എല്ലാത്തിനും ഞാൻ തന്നെ വേണ്ടേ? മോഹനേട്ടൻ രാവിലെ പല്ല് തേക്കും, കുളിക്കും, പത്രം വായിക്കും, ഞാൻ എന്തേലും ഉണ്ടാക്കി കൊടുക്കുന്നത് കഴിക്കും. അത്രയേ ഉള്ളു കാര്യം. ആ, സുകുമാരേട്ടനെ ഞാൻ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. കേസിന്റെ കാര്യമൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലെന്നാ തോന്നുന്നേ. ആ, രാവിലെ 11 മണിക്ക് വക്കീൽ ഓഫീസർക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ നമുക്കൊന്നുകൂടി സംസാരിക്കാം. അതെ. ആ, അതെ, ഞാൻ വരാൻ കുറച്ച് വൈകിയാൽ നീ സുകുമാരൻ ചേട്ടനൊന്ന് സംസാരിച്ചേക്കണേ. ആ, ശരി. ഇതാണ് നിനക്ക് സമയമില്ല എന്ന് പറഞ്ഞത്. എന്ത്? എന്റെ ഷർട്ടും മുണ്ടും പോലും തേക്കാൻ സമയമില്ലാത്ത നീ ഇപ്പോൾ ഫോണിൽ സംസാരിച്ചത് 1.5 മിനിറ്റ്. ഇങ്ങനെയാണ് നീ സമയം കളയുന്നത്. അത് സമയം കളഞ്ഞതല്ലോ. എനിക്കിന് ജോലിക്കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ പറ്റും മോനോട്ടാ? നീ ജോലിക്കാര്യമല്ലല്ലോ സംസാരിച്ചത്. പിന്നെന്താണ്? ഭാമേ, നമുക്കെല്ലാവർക്കും എല്ലാ ജോലിയും ചെയ്യാനുള്ള സമയമുണ്ട്. പക്ഷേ ഉള്ള സമയം നമ്മൾ എങ്ങനെ ചെലവാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. പണം ധൂർത്തടിക്കുന്നത് പോലെ സമയവും ധൂർത്തടിക്കാം. അത് നമ്മൾ ചെയ്യരുത്. എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞു തരാം. ഓ, നീ ഇപ്പോ തിരക്കിട്ട് അവിടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഫോൺ വന്നത്. ഒരു ഫോൺ കോൾ വരുമ്പോ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്, അത് അത്യാവശ്യമുള്ള കോളായിരിക്കും, അല്ലെങ്കിൽ ഒരാവശ്യമില്ലാത്ത. ഇപ്പോൾ വന്ന കോള്
ഒരു അത്യാവശ്യ കോളാണ് എന്ന് തന്നെ ഇരുന്നോട്ടെ. അപ്പോഴും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്, ഇപ്പോൾ സംസാരിക്കണോ അല്ലെങ്കിൽ തിരക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു വിളിക്കാമെന്ന് പറയണമോ എന്ന്. പക്ഷേ നീ എന്താ ചെയ്തത്? ഫോൺ എടുത്ത പാടെ ഒരാവശ്യവുമില്ലാതെ എന്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നിന്റെ ഫോൺ സംസാരത്തിലെ ആദ്യത്തെ 1 മിനിറ്റ് എന്നെ കുറ്റം പറയുകയായിരുന്നു. ആ 1 മിനിറ്റ് നീ വെറുതെ കളഞ്ഞാണല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, നീ ഏതോ കേസിന്റെ കാര്യം 30 സെക്കൻഡ് സംസാരിച്ചു. അത് കഴിഞ്ഞ് നീ പറഞ്ഞു ഏതോ ഒരു സുകുമാരൻ ചേട്ടൻ 11 മണിക്ക് ആഫീസിൽ വരുമെന്നും അപ്പോൾ സംസാരിക്കാമെന്നും. അങ്ങനെയാണെങ്കിൽ ആ 30 മിനിറ്റ് സംസാരവും വെറുതെ ആയില്ലേ? 11 മണിക്ക് സംസാരിക്കേണ്ട കാര്യം ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഞാനിപ്പോ എന്ത് വേണമായിരുന്നെന്നാണ് മോഹനേട്ടൻ പറയുന്നത്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഫോൺ വാങ്ങി ഇങ്ങനെയായിരിക്കും പറയുന്നത്. ആ വിദ്യ, സുകുമാരൻ ചേട്ടൻ 11 മണിക്ക് ആഫീസിൽ വരും, അപ്പൊ സംസാരിക്കാം നമുക്ക്. 10 സെക്കൻഡ്. ഈ 10 സെക്കൻഡിൽ തീരേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് നീ 1.5 മിനിറ്റ് കളഞ്ഞത്. ഹമേ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്, നമുക്ക് എത്ര സമയമുണ്ട്. രണ്ടാമത്, പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായ സമയത്ത് പറയുന്നതിനെയാണ് നമ്മൾ പക്വത, വിവേകം എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞെങ്കിൽ അടുക്കളയിലെ ഒരുപാട് ജോലി ബാക്കി കിടപ്പുണ്ടായിരുന്നു. എനിക്ക് അങ്ങോട്ട് പോവാലോ. എനിക്ക് സൗകര്യമുള്ളപ്പോ. അല്ല പിന്നെ നീ എന്റെ ഷർട്ട് തേച്ചു തരുന്നുണ്ടോ ഇല്ലയോ? മോഹനേട്ടൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കണമെങ്കിൽ സാമ്പാർ വേണ്ടേ? അതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഷർട്ടും മുണ്ടും തേച്ചിട്ട് വന്നിട്ട് സാമ്പാർ ഉണ്ടാക്കാമല്ലോ. നല്ല ബുദ്ധി കേട്ടോ. സാമ്പാറിനുള്ള പച്ചക്കറി അരിഞ്ഞ് അരപ്പും ചേർത്ത് അത് അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് തന്നെ തിളച്ചോളില്ലേ? തിളയ്ക്കുന്ന നേരത്ത് അതിനെന്റെ കൂട്ടാവശ്യമുണ്ടോ? ഇല്ലല്ലോ. ആ സമയത്ത് എനിക്ക് ഷർട്ടും മുണ്ടും തേക്കാം. ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ബുദ്ധിയുള്ള ആള് നീ. അങ്ങനെയാണെങ്കിൽ നിന്റെ ജോലിയൊക്കെ എപ്പോഴേ തീരുമായിരുന്നു. ഭാമേ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും വളരെ വ്യക്തമായ ആലോചനകൾ വേണം. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നീ ആലോചിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ന് ഒരു പ്രവൃത്തി ദിവസമാണോ അവധി ദിവസമാണോ എന്നുള്ളതാണ്. അവധി ദിവസമാണെങ്കിൽ ഷർട്ടും മുണ്ടും തേക്കേണ്ട കാര്യമേ ഇല്ല, ഉച്ചയോട് പിന്നെ ഉണ്ടാക്കിയാലും മതി. അതേസമയം ഒരു പ്രവൃത്തി ദിവസമാണെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. നിനക്ക് കോടതിയിൽ പോകണമോ അതോ എനിക്ക് മാത്രം ആഫീസിൽ പോയാൽ മതിയോ എന്ന്. നിനക്ക് ആഫീസിൽ പോകണ്ട എങ്കിൽ എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. എന്റെ കാര്യം നോക്കുമ്പോ 2 കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് നേരത്തെ പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ? ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിന്റെ ജോലി തുടങ്ങാം. ജോലി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, എന്റെ ഷർട്ടും മുണ്ടും തേച്ചോ, എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം പാകമായോ എന്നും. പക്ഷെ ഇന്ന് നീ ചെയ്തെന്താ? രാവിലെ എഴുന്നേറ്റ് എനിക്ക് നാളെ ഇടേണ്ട ഷർട്ടും മുണ്ടും കഴി. അത് സമയം കളഞ്ഞ ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞ് നീ ഫോൺ ചെയ്ത് 1.5 മിനിറ്റ് കളഞ്ഞു. ചുരുക്കത്തിൽ ചെയ്യേണ്ട ഒന്നുമല്ല നീ ചെയ്തത്. മോഹനേട്ടൻ ഈ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം മോഹനേട്ടന്റെ ഷർട്ടും മുണ്ടും അലക്കി തേച്ച് തന്നതും കഴിക്കാൻ ഉണ്ടാക്കി തന്നതും ഒന്നും ഞാനില്ലെന്ന് തോന്നും. സകല ജോലി ഇത്രയും കാലം ചെയ്തു ഞാൻ തന്നെയാണ്. എന്നും ചെയ്തതുപോലെ ഇന്നും അതങ്ങ് നടന്നോളൂ. വെറുതെ എന്നോട് വഴക്കുണ്ടാക്കാൻ വരാതിരുന്നാ മതി. അതാരാ ഈ നേരത്ത്? അതാരാണ് നോക്കാൻ? കോളിംഗ് ബെൽ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, വന്നയാൾ ആരെ കാണാനാണ് വന്നത്. 2, അത് ആരാണ് വന്നതെന്ന് പോയി നോക്കാൻ സമയമുള്ളത് ആർക്കാണ് എന്നും. ഇപ്പോൾ വന്നയാൾ എന്നെ കാണാൻ വന്നതാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അത് മാത്രമല്ല, ഇപ്പോൾ ഇത് അന്വേഷിക്കാനുള്ള സമയമുള്ളതും എനിക്കാണ്. കാരണം നിനക്ക് ഇവിടെ ജോലിയുണ്ട്.
എങ്കിൽ പിന്നെ അങ്ങ് തന്നെ പോയി നോക്കിക്കോളൂ. പ്രശ്നം ഇതോടെ അവസാനിക്കട്ടെ. നോക്കൂ, നോക്കി. സമയം 8:50 കൃത്യം 9:38 എനിക്ക് ഇവിടുന്ന് പുറപ്പെടേണ്ടതായിട്ടുണ്ട്. അത് മറക്കണ്ട. ഉത്തരവ്. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ജോണിക്കുട്ടി. ആ, എന്താ കാര്യം ജോണിക്കുട്ടി? ഞാൻ വക്കീലെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ബാബ കുറച്ച് തിരക്കില്ല. ഇപ്പൊ കാണാൻ പറ്റുന്ന സംശയമാണ്. അത്യാവശ്യ കാര്യമായിരുന്നു സാർ. അതുകൊണ്ട് ആഫീസിലേക്ക് പോവാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ അതിനേക്കാൾ അത്യാവശ്യമുള്ള ഒരു ജോലിയാണ് ഭാമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തടസ്സപ്പെടുത്തിയ വലിയ പ്രശ്നം ഉണ്ടാവും ജോണിക്കുട്ടി. നിങ്ങളൊരു 11 മണിയാകുമ്പോ വക്കീൽ ഓഫീസിലേക്ക് ചെന്നാ മതി. ആഹാ, ജോണി ചേട്ടനായിരുന്നോ? ഇതെന്താ രാവിലെ? ഒന്നുമില്ല, പുള്ളി വെറുതെ വന്നതാ. ഞാൻ സാധാരണ വക്കീലിനെ വിളിച്ചപ്പോൾ കോടതി ഉത്തരവ് വക്കീലിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അതിന്ന് രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കാനുള്ളതാ. ആ, ഉത്തരവ് എന്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. ജോണി ചേട്ടനകത്തേക്ക് കയറുക, ഞാനിപ്പോ എടുത്തരാം. സമയം. ഓഹോ, അപ്പൊ വീണ്ടും 1 മിനിറ്റ് അധികം പോകും. ഇങ്ങനെ പോയാൽ ഞാൻ ഇന്ന് സമയത്ത് ഓഫീസ് പോയത് തന്നെ. ഒരൊറ്റ കക്ഷിയും ഇങ്ങോട്ട് വരാൻ സമ്മതിക്കരുത്. അതേ ഉള്ളൊരു വഴി. മോഹൻലാൽ സാറേ, സുഖമൊക്കെ ആണല്ലോ അല്ലേ? അല്ലെങ്കിൽ സൂര്യനന്വേഷിക്കാൻ വന്നിരിക്കുന്നു. ഇതാ ഉത്തരവ്. പൈസയെല്ലാം സദാനന്ദ സാറിനെ കൊടുത്തല്ലായിരുന്നോ? അതെ വക്കീലെ. എന്തായാലും സദാനന്ദ സാറിനെ സമ്മതിക്കണം. ജോണി ചേട്ടനെ കേസുമായിട്ട് വന്നപ്പോ ഇത് ജയിക്കുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല. ആദ്യത്തെ 2 ദിവസത്തെ വാദം കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞാൻ കരുതി ഉറപ്പായിട്ട് തോക്കൂന്ന്. പക്ഷെ സദാനന്ദ സാർ ആരാ മോൻ, ഇത് വളച്ചൊടിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ജയിച്ചില്ലേ? അതല്ലേ വക്കീലെ, ഞാൻ സദാനന്ദ സാറിനെ തന്നെ ഈ കേസ് ഏൽപ്പിച്ചത്. സാറ് ഭയങ്കരനാ. ആ, അത് വാസ്തവം തന്നെയാ. ഇന്നാള് ഇതുപോലെ വേറൊരു കേസ് ഉണ്ടായിരുന്നു. ടൗണിൽ ചെരുപ്പുകട നടത്തുന്ന ബീരാനിക്കയുടെ കേസ്. ജോണിക്കുട്ടി പേര് പറഞ്ഞത്? അതെ സാർ. ജോണിക്കുട്ടിയുടെ കടലാസ് കിട്ടിയല്ലോ? ആ, കിട്ടി. കടലാസ് കിട്ടിയ സ്ഥിതിക്ക് ഇനി പോകുന്നതല്ലേ നല്ലത്? ഇനിയും ജോണിക്കുട്ടി ഇവിടെ നിന്നാൽ 2 കാര്യങ്ങളുണ്ട്. 1, ഈ വീട്ടിൽ ഒരു കാര്യവും നടക്കില്ല. 2, കേസിന്റെ കാര്യം വക്കീൽ ഓഫീസിലാണ് സംസാരിക്കേണ്ടത് എന്ന് എനിക്ക് പറയേണ്ടതായി വരും. ശരി, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ വക്കീലെ. പോയിക്കോളൂ. ആ, സന്തോഷം. മോനേട്ടാ, എന്നെ കാണാൻ വന്ന ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ജോണിക്കുട്ടി വന്നത് ആ ഉത്തരവ് വാങ്ങാനാണ്. അത് കൊടുത്തല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഓരോന്ന് സംസാരിച്ച് സമയം കളയുന്നത് എന്തിനാണ് ഭാമേ? കേസ് ജയിക്കുന്നതിന് മുമ്പ് ചർച്ചയാകാം. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചർച്ച? കേസ് ജയിച്ചല്ലോ. ഇപ്പൊ നീ മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങളാണ്. 1, ഇവിടെ നിന്ന് തന്നെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ആ റോഡിലേക്ക് ഇറങ്ങിയെന്ന് പറ. എനിക്ക് വേറെ പണിയുണ്ട്. ആഹാ, ഭാമേ, മനുഷ്യന് വിവരമുണ്ടാകുന്നത് 2 വഴികളിലൂടെയാണ്. 1, വിദ്യാഭ്യാസത്തിലൂടെ. 2, വിവരമുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കി. ഒരു വക്കീലായ നിനക്ക് വിദ്യാഭ്യാസം കൊണ്ട് വിവരം ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. കള്ളന്മാരെയും കൊലപാതകളെയും രക്ഷിക്കുന്നതിൽ നിന്ന് എന്ത് വിവരം നേടാനാ? ശരിയാ മോഹനേട്ടാ, മനുഷ്യന് വിവരം ഉണ്ടാവണമെങ്കിൽ കെമിസ്ട്രി പഠിക്കണം. കെമിസ്ട്രിയിലാണ് വിവരം മുഴുവൻ ഇരിക്കുന്നത്. എന്നെ പോലെ ലോകവിവരവും അറിവുമുള്ള ഒരു ഭർത്താവുള്ളത് നിന്റെ ഭാഗ്യം. നിനക്ക് ആവശ്യമായ ഉപദേശങ്ങൾ തരാനും അറിവ് പകരാനും എനിക്ക് കഴിയും. പക്ഷേ അത്തരം കാര്യങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരുമ്പോൾ നീ അത് പഠിക്കുന്നതിന് പകരം എന്നെ കളിയാക്കുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഭാമേ, വീട്ടുജോലികൾ ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്ന് നീ പറഞ്ഞപ്പോൾ സമയം നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു തരികയായിരുന്നു. പക്ഷേ നീ തിരിച്ച് തർക്കുത്തരം പറഞ്ഞു. ഇതാണ് നിനക്ക് വിവരം ഉണ്ടാകാത്തത്. അടുക്കള കയറി കഴിക്കാൻ വല്ലതും ഉണ്ടാക്കാനും മോഹനേട്ടന്റെ ഷർട്ട് മുണ്ടും തേച്ച് തരാനുമുള്ള വിവരമൊക്കെ എനിക്കുണ്ട്. ആ വിവരം വെച്ച് വർഷം കുറേ ആയി സാറിന്റെ സകല കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്. എനിക്ക് ഇത്രയുള്ള വിവരം മതി. ഇത് അഹങ്കാരം. എന്റെ മോനേട്ടാ, ഒന്ന് അപ്പുറത്തേക്ക് പോകണ്ടോ? കുറെ നേരമായാലും മനുഷ്യനെ പുറകെ നടന്ന് ഓരോന്ന് പറഞ്ഞ് ശല്യപ്പെടുത്താൻ നോക്കുന്നു. മോഹനേട്ടൻ എന്റെ ഭർത്താവാണ്, അമ്മായിയമ്മ അല്ല. സാറേ, അല്ല പിന്നെ ഉത്തമം വിളിക്കുന്നു. ചെല്ല്.
ചെന്ന് കുറച്ചു നേരം ഉത്തമനെ ഒന്ന് മര്യാദപ്പെടുത്തി അപ്പോഴേക്കും ഞാൻ എന്റെ ജോലിയെല്ലാം തീർത്തോളാം. ഉത്തമൻ വന്നത് എന്നെ കാണാൻ, എന്തെങ്കിലും ആഫീസ് കാര്യം പറയാനാണ് എന്നുള്ളത് ഉറപ്പ്. ഞാൻ ഉത്തമനോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നീ വന്നു നോക്ക്. നിന്നെ പോലെ കൊച്ചു വർത്താനം പറയാനും പരദൂഷണം പറയാനും നിൽക്കാതെ കൃത്യമായി സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. മോഹനേട്ടൻ തന്നെ അങ്ങ് ചെന്നാ മതി, എനിക്കിവിടെ വേറെ കുറേ പണിയുണ്ട്. സംസാരിക്കാനും പെരുമാറാനും പഠിച്ചിട്ട് നീ ജോലി ചെയ്താൽ മതി. ബാ. 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 വരൂ. മനുഷ്യൻ ജീവിതത്തിൽ സമയം ലാഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. മേലിൽ നീ സമയമില്ല എന്ന് പറയരുത്. വരൂ. നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. ഉത്തമൻ രാവിലെ ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? 2-3 കാര്യങ്ങളുണ്ടായിരുന്നു സാറേ. 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത് 2 ആണോ 3 ആണോ? അല്ല, അതിപ്പോ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചതിൽ എന്താണ് തെറ്റ്? ഉത്തമൻ എന്നെ കാണാൻ വരുന്നു. ഞാനാണെങ്കിൽ വളരെയധികം തിരക്കുള്ള ഒരു വില്ലേജ് ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ ഉത്തമന് വേണ്ടി അനാവശ്യമായി കളയാൻ ഒരു നിമിഷം പോലും ഇല്ല. മനസ്സിലായല്ലോ? അത് മനസ്സിലായി സാറേ. ഞാൻ വന്നതേ 1, 2, 3, 4 കാര്യങ്ങൾ പറയാനാണ്. നേരത്തെ ഉത്തമൻ പറഞ്ഞത് 2-3 കാര്യങ്ങൾ എന്നാണ്. ഇപ്പോൾ പറയുന്നു 4 കാര്യങ്ങളാണ്. ഇതിലേതാ ശരി? 1, 2, 3, 4 കാര്യങ്ങൾ. ശരിയാണ്, 4 കാര്യങ്ങൾ തന്നെയാണ്. പറഞ്ഞോളൂ സാറേ. ഒന്നാമത്തെ കാര്യം തേക്കിൻകാട്ടിലെ ചന്ദ്രൻകുട്ടിയുടെ ആധാരം പോക്കുവരവ് ചെയ്യുന്ന കാര്യമാണ്. ഉത്തമ, ആധാരം പോക്കുവരവ് ചെയ്യിക്കാനായി ചന്ദ്രൻകുട്ടി ഇന്നലെ വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. പോക്കുവരവ് നടക്കണമെങ്കിൽ ബന്ധപ്പെട്ട രേഖകളെല്ലാം ഹാജരാക്കണം. ചന്ദ്രൻകുട്ടി കൊണ്ടുവന്ന രേഖകളുടെ കൂട്ടത്തിൽ മുന്നാധാരം ഉണ്ടായിരുന്നില്ല. മുന്നാധാരം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ പോക്കുവരവ് വേണ്ട എന്ന് വെക്കുക, അല്ലെങ്കിൽ മുന്നാധാരത്തിന്റെ പകർപ്പ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് സംഘടിപ്പിച്ചു കൊണ്ടുവരിക. പോക്കുവരവ് വേണ്ട എന്ന് തീരുമാനിച്ചാൽ 2 കാര്യങ്ങൾ. വില്ലേജ് രജിസ്റ്ററിൽ കൈമാറ്റം രേഖപ്പെടുത്താനോ കരമടയ്ക്കാനോ പറ്റില്ല. അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട എന്ന് വെക്കാം. മനസ്സിലായോ? ഈ ചന്ദ്രൻകുട്ടിയുടെ കാര്യം ഈ പറഞ്ഞില്ലേ, അതവിടെ നിക്കട്ടെ. അടുത്ത നമ്മുടെ പുഷ്കരന്റെ ജാതി സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ്. ജാതി സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും ബന്ധപ്പെട്ട സകല രേഖകളും പുഷ്കരന്റെ അച്ഛന്റെയും അമ്മയുടെയും ജാതി തെളിയിക്കുന്ന രേഖകളും കൊണ്ടുവരേണ്ടതായി വരും. ഈ പറഞ്ഞ രേഖകളൊന്നും പുഷ്കരന്റെ കൈവശമില്ലാത്ത സ്ഥിതിക്ക് 2 കാര്യങ്ങളുണ്ട്. അതല്ല, പിന്നെ ഉള്ളത് പുളിക്കലെ തോമസ് കുട്ടിയുടെ കാര്യം. അവന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ ആ കാര്യം. തോമസ് കുട്ടി വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. തോമസ് കുട്ടിയുടെ കാര്യത്തിലും 2 പ്രശ്നങ്ങൾ. ഒന്ന്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ കരം തീർക്കണമെങ്കിൽ കോടതി ഉത്തരവ് പ്രകാരം ഏർപ്പെടുത്തിയ അറ്റാച്ച്മെന്റ് റദ്ദാക്കണം. അറ്റാച്ച്മെന്റ് റദ്ദാക്കണമെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പലചരക്ക് കടയിലെ മാധവൻകുട്ടിക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കണം, അല്ലെങ്കിൽ കോടതിയിൽ കേസ് വാദിച്ച് ജയിക്കണം. കോടതിയിൽ കേസ് വാദിച്ച് ജയിക്കണമെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവാനുഗ്രഹം വേണം, ഇല്ലെങ്കിൽ നല്ല വക്കീല് വേണം. നല്ല വക്കീല് വേണമെങ്കിൽ 2 കാര്യങ്ങൾ. സ്റ്റേറ്റ് ബാങ്കിലെ ദാമോദര സാറിന്റെ സ്ഥലം അളക്കുന്നതാണ് 4ാമത്തെ കാര്യം. നാളെയോ മറ്റന്നാളോ സാറിന് സമയം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അത് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. സ്ഥലമളക്കാൻ എപ്പോൾ സമയം കിട്ടുമെന്ന് പറയണമെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. അതെ സാറേ, വേണ്ട. സാറിന് എപ്പോഴും സമയം കിട്ടുമെന്ന് മാത്രം അറിയിച്ചാൽ മതി. സാർ ഏത് സമയം പറയുന്നോ ആ സമയത്ത് ദാമോദര സാർ റെഡി ആയിട്ടിരിക്കും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ. ഇപ്പൊ തന്നെ പോയിട്ട് എനിക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടി ചേട്ടനെ കാണണം. 2, കൃഷി ഓഫീസർ പരമേശ്വര സാറിനെയും കാണണം. എന്നാ പിന്നെ ഞാൻ പോക്കട്ടെ സാറേ. ഇപ്പൊ പോയാല് 2 കാര്യങ്ങളും നടക്കും. എവിടെ പോയി? ഇവിടെ നോക്കൂ. അനാവശ്യമായ കാര്യങ്ങൾ വലിച്ചുവാരി പറയാതെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം സംസാരിച്ച് സമയം ലാഭിച്ചത് എങ്ങനെയാണ് എന്ന് നീ ഇപ്പൊ കണ്ടതല്ലേ? മോഹനേട്ടൻ ഇപ്പൊ ഏകദേശം 3.5 മിനിറ്റ് സംസാരിച്ചു. ഇതിലും നല്ലത് ഉത്തമം വന്നപ്പോ തന്നെ ഒരു കാര്യവും നടക്കില്ല
എന്ന് പറയുന്നതായിരുന്നല്ലേ? ഈ 3.5 മിനിറ്റ് സംസാരിച്ചിട്ട് ഉത്തമൻ പറഞ്ഞ ഒരു കാര്യവും നടന്നില്ലല്ലോ. ഭാമേ, അത് എന്റെ കുറ്റമല്ല. ആ മോഹനേട്ടാ, മോഹനേട്ടന്റെ കൂടെ കൂടി ഞാൻ മറ്റൊരു കാര്യം കൂടി പഠിച്ചു. എന്താണത്? ഒരാൾക്ക് ഭ്രാന്ത് വന്നാൽ 2 വഴികളുണ്ട്. ഒന്നെങ്കിൽ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ചങ്ങലക്കിടുക. സാഹചര്യം ഒന്നും കൂടി നന്നായി പഠിച്ചിട്ട് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. ഭാമേ, വരൂ വരൂ, അവിടെ നിൽക്ക്. ഈ വരച്ച വരയില് മോഹനേഷനടക്കെ. നമസ്കാരം സാർ. ഓ, ഓർമ്മയുണ്ട്. ഞാൻ 11:30 താലൂക്ക് ഓഫീസ് വരുമ്പോൾ ആ റിപ്പോർട്ട് കൊണ്ടുവന്നോളാം സാർ. തീർച്ചയായും സാർ. ശിശുപാലിനെ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ശരി, നന്ദി സാർ. തഹസിൽദാരായിരുന്നു. അതുകൊണ്ട് ഞാൻ സംസാരിച്ചത് നീ കേട്ടല്ലോ. ഇങ്ങനെയാണ് ആളുകളോട് സംസാരിക്കേണ്ടത്. തഹസിൽദാർ എന്നോട് ചോദിച്ചത് വില്ലേജിന്റെ പുറംപോക്കിന്റെ റിപ്പോർട്ടാണ്. എത്രയോ പ്രധാനപ്പെട്ട ഒരു സർക്കാർ കാര്യമാണ്. എന്നിട്ടും ഞാൻ എന്തുമാത്രം ചുരുക്കിയാണ് വാക്കുകൾ ഉപയോഗിച്ചത്. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നുവെങ്കിൽ എന്തെല്ലാം സമയം കളഞ്ഞേനെ. ഒക്കെ ഞാൻ സമ്മതിച്ചു. ഇനി എനിക്ക് അടുക്കളയിലേക്ക് പോയല്ലോ. ആദ്യം അടുക്കളയിലേക്കല്ല പോകേണ്ടത്, തുണി തേക്കാനാണ്. എന്റെ ഷർട്ടും മുണ്ടും തേച്ചിട്ട് മതി മറ്റെന്തും. അപ്പൊ കഴിക്കാനൊന്നും വേണ്ടേ? ഭക്ഷണം കൃഷ്ണൻകുട്ടിയുടെ ചായക്കടന്നാണെങ്കിലും കഴിക്കാമല്ലോ. ഓ അങ്ങനെ. തുണി തേക്കാനാണ് വേറെ വഴിയില്ലാത്തത്. കൊള്ളാം. ഇനി നിന്ന് സമയം കളയാതെ പോയി ഷർട്ടും മുണ്ടും തേക്കാൻ നോക്ക്. പോ. ഞാൻ തേച്ചോളാം. അതിനു മുന്നേ 2 കാര്യമുണ്ട്. 1, എന്റെ പുറകെ വന്ന് എന്നെ ശല്യപ്പെടുത്തരുത്. 2, ശിശുപാലൻ ചേട്ടനെ വിളിക്കാന്ന് തഹസിൽദാരോട് പറഞ്ഞിരുന്നു. അത് മറക്കണ്ട. ഈശ്വര, ഇപ്പൊ അബദ്ധം പറ്റിയെന്നെ. ശിശുപാല, ഞാനാണ്. തഹസിൽദാർ വിളിച്ചിരുന്നു. കൃത്യം 11:30 താലൂക്ക് ഓഫീസിലെത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതലൊന്നും പറയണ്ടല്ലോ. ശരി, അത് മതി. ഇങ്ങനെ വേണം നമ്മൾ ഫോണിൽ സംസാരിക്കാൻ. മോനട്ടാ, ഒന്നിങ്ങ് വരുവോ? ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞില്ലേ പോയത്? പിന്നെന്താ? വരുന്നു. വന്നു. എന്താ? മോനട്ടൻ എത്ര മണിക്ക് ഓഫീസിൽ പോണ്ടേ? ഇത്രയും കാലമായിട്ടും നിനക്കത് അറിയില്ലേ? ഞാൻ കൃത്യം 9:38 ഇവിടെ നിന്ന് പുറപ്പെടും. 9:58 ഓഫീസ് അങ്കണത്തിലെത്തും. അത് കഴിഞ്ഞ് താലൂക്ക് ഓഫീസിലേക്ക് പോണ്ടേ? അത് എത്ര മണിക്കാ? ഞാൻ കൃത്യം 11:05 വില്ലേജ് ഓഫീസിൽ നിന്ന് ഇറങ്ങും. 11:25 താലൂക്ക് ഓഫീസിൽ എത്തപ്പെടും. ആഹാ, എത്ര കൃത്യമായ കണക്കൂട്ടല്ലേ. ഇങ്ങനെ കണക്കൂട്ടി ജീവിക്കാൻ ഈ ലോകത്ത് മോഹനേട്ടനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഭാമേ, ഞാൻ ഒരു ഗാന്ധിയനാണ്. കൃത്യനിഷ്ഠയാണ് ഗാന്ധിയന്മാരുടെ. മോഹനേട്ടാ, ഇന്ന് എന്തെങ്കിലും ഒരു കാരണവശാൽ 9:38 ഇവിടുന്ന് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഓഫീസിലെത്തുമ്പോ മോഹനേട്ട താമസിക്കില്ലേ? പക്ഷേ ഞാൻ 9:38 ഇവിടെ ഇറങ്ങുമല്ലോ. 9:38 ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ ഞാൻ അതിനു മുന്നേ മോഹനേട്ടന്റെ ഷർട്ടും മുണ്ടും തേച്ചു തരണം. കഴിക്കാനുള്ളത് ഉണ്ടാക്കി തരണം. ഉച്ചയൂണ് ചോറ്റുപാത്രത്തിലും ആക്കി തരണം. എന്താ നീ പറഞ്ഞത്? കൃത്യസമയത്തൊന്നും ചെയ്തു തരില്ല എന്നാണോ? അയ്യോ, ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ചെയ്യാനൊരു സാഹചര്യം ഉണ്ടെങ്കിലേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്ത് സാഹചര്യക്കുറവാണുള്ളത്? വേറെ ഒരു കുഴപ്പമില്ല, കറണ്ട് പോയി. മോനോട് ഇത് പിന്നെ കേട്ടിട്ടില്ലേ? കറണ്ട് പോയി എന്ന്. ഒന്നും നോക്കാനില്ല, എല്ലാം ഓണ്. പക്ഷെ കറണ്ട് പോയിരിക്കുക. കൊള്ളാം, ഇത് കേറണല്ലേ മോനട്ടാ? ഇവിടെ കറണ്ട് പോവാന്ന് പറയുന്ന പുതിയ സംഭവം ഒന്നും അല്ലല്ലോ. കറണ്ട് കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ അതാണ് സംഭവം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 2 വഴികളാണ് ഇപ്പൊ മോഹനയുടെ മുന്നിലുള്ളത്. ഒന്നെങ്കിൽ തേക്കാത്ത ഷർട്ട് മുണ്ടിട്ട് ഓഫീസിലേക്ക് പോവുക, ഇല്ലെങ്കിൽ ഓഫീസിലേക്ക് പോവാതിരിക്കുക. തേക്കാത്ത ഷർട്ട് മുണ്ടിട്ട് ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ
രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആളുകൾ മോഹനേട്ടൻ നോക്കി ചിരിക്കും. അല്ലെങ്കിൽ ഞാൻ മോഹനേട്ടൻ ഷർട്ടും മുണ്ടും തേച്ച് തന്നില്ല എന്ന് വിചാരിക്കും. ഇനിയിപ്പോ ലീവ് എടുത്താലും രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഒരു ലീവ് പോവും. രണ്ടാമത്തേത്, പുറമ്പോക്കിന്റെ റിപ്പോർട്ട് തഹസിൽദാർക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരിക്കലുമല്ല. ഇതിനെല്ലാം കാരണം മോഹനേട്ടനാണ്. മോഹനേട്ടനാണ് എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എനിക്കൊരു ഉദ്ദേശമില്ല. എനിക്ക് ആഫീസിൽ പോണം. ആഫീസിൽ പോകുന്നതിൽ എന്താ തടസ്സം? ഷർട്ടും മുണ്ടും തേക്കുന്നതിൽ മാത്രമാണ് പ്രശ്നം. കറണ്ട് ഇല്ലാതെ അത് തേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ എന്തെങ്കിലും ചെയ്തേ? ഒന്നും ചെയ്യാൻ പറ്റില്ല മോനേട്ടാ. കറണ്ട് ഇല്ലാതെ എന്തായാലും ഷർട്ടും മുണ്ടും തേക്കാൻ പറ്റില്ല. കറി ഉണ്ടാക്കണമെങ്കിലോ അരയ്ക്കണം. കറണ്ട് ഇല്ലാത്തോണ്ട് മിക്സി ഇല്ല. അതുകൊണ്ട് ഇന്ന് രാവിലത്തെ ഭക്ഷണം മുടങ്ങും, ഉച്ചയൂണും മുടങ്ങും. രാവിലത്തെ ഭക്ഷണം കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയെന്നാവാം, ഉച്ചയ്ക്ക് വിജയന്റെ ഹോട്ടലിൽ നിന്ന്. ഇത് തമാശയല്ല. എനിക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല മോഹനേട്ടാ. ഇക്കാര്യത്തിൽ രണ്ട് കുറ്റക്കാരേ ഉള്ളൂ. ഒന്നാമത്തെ ആൾ മോഹനേട്ടൻ. കൊറേ നേരമായിട്ട് എന്റെ പിന്നാലെ നടന്ന് എന്നെ ഒരു കാര്യവും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഷർട്ടും കൊണ്ട് വലക്കൊണ്ടിരുന്നപ്പോ അത് ഒന്ന് തടസ്സപ്പെടുത്തി. അടുക്കള ജോലി ചെയ്യാനോ അതും സമ്മതിച്ചില്ല. ഫോണിൽ സംസാരിച്ചതിനും ജോണുകുട്ടിയുടെ കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞതിനും എന്നെ ചീത്തയും വിളിച്ചു. ഒടുവിലിപ്പോ എന്താ സംഭവിച്ചത്? ഒരു കാര്യം ഇവിടെ നടന്നില്ല. പിന്നെ ഈ കേസിൽ രണ്ടാമത്തെ കുറ്റക്കാരൻ ഇലക്ട്രിസിറ്റി ബോർഡുകാരാ. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാതെ അവര് കറണ്ട് കളഞ്ഞു. അതിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വലിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലേ, എല്ലാവരോട് കാര്യങ്ങളൊന്ന് ശരിയാക്കിട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. 11:30 എനിക്ക് താലൂക്ക് ഓഫീസിൽ എത്തിയേ പറ്റൂ. അതിന് മുൻപ് വില്ലേജ് ഓഫീസിലും പോണം. നീ വാശി കാണിച്ച് എന്നെ താമസിപ്പിച്ച അത് വലിയ പ്രശ്നമാവും. ഞാനല്ലല്ലോ മോഹനേട്ടാ വാശി കാണിച്ചത്, KCB അല്ലേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരോട് പോയി പറഞ്ഞോളൂ. കറണ്ട് വരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ചട്ടവും കാര്യങ്ങൾ പറഞ്ഞ് മോഹനേട്ടൻ എന്റെ പിന്നാലെ നടന്നു. ചട്ടം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ കറണ്ട് പോയി. ഇനിയിപ്പോ മോഹനേട്ടന് മുന്നിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടത് നോക്ക്. ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഒന്നുമല്ലല്ലോ, മോഹനേട്ടൻ ഒരു ഗാന്ധിയനല്ലേ. ഗാന്ധിജി എത്ര നാള് നിരാഹാരം കിടക്കുന്നുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. എന്താണ്? ഞാൻ മീറ്റർ റീഡിംഗ് എടുക്കാൻ വേണ്ടി വന്നതാ, KCB. മീറ്റർ റീഡിംഗ് എടുക്കാൻ വന്നതാണല്ലേ? ഞാൻ താങ്കളെ കാത്തിരിക്കുകയായിരുന്നു. എന്താ പേര്? ഷാജി. എന്റെ പേര് K. മോഹനകൃഷ്ണൻ സാർ, വില്ലേജ് ഓഫീസറാണ്. എനിക്കറിയാം സാർ. ഞാൻ മുമ്പൊരു ദിവസം വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് വേണ്ടി. എന്നിട്ട് അത് കിട്ടിയോ? കിട്ടി സാറ്. കൃത്യസമയത്ത് തന്നെ സർട്ടിഫിക്കറ്റ് തന്നിരുന്നു. അതായത് വില്ലേജ് ഓഫീസറായ ഞാൻ എന്റെ ജോലി കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അതെ. പക്ഷെ നിങ്ങളോ? നാട്ടുകാർക്ക് കൃത്യമായി കറണ്ട് നൽകേണ്ട നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ സമയം 9:10. ഈ വീട്ടിൽ കറണ്ട് ഇല്ല. അങ്ങനെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് എന്റെ ഷർട്ടും മുണ്ടും തേക്കാൻ പറ്റുന്നില്ല. ഷർട്ടും മുണ്ടും തേക്കാതെ ഞാൻ എങ്ങനെ ആഫീസിൽ പോകും? ഞാൻ ആഫീസിൽ പോകാതിരുന്നാൽ പുറമ്പോക്കിന്റെ റിപ്പോർട്ട് എങ്ങനെ തഹസിൽദാർക്ക് കൊടുക്കാൻ പറ്റും? ആ റിപ്പോർട്ട് കിട്ടിയാലല്ലേ അത് സർക്കാരിലേക്ക് അയക്കാൻ തഹസിൽദാർക്ക് പറ്റൂ. അത് സർക്കാരിന് കിട്ടിയാലല്ലേ നാട്ടിലെ ഭൂമിയില്ലാത്ത പാവങ്ങൾക്ക് ഭൂമി നൽകാൻ സർക്കാരിന് പറ്റൂ. ചുരുക്കത്തിൽ ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങളാണ് നമ്മുടെ നാടിനുണ്ടാകാൻ പോകുന്നതെന്ന് താങ്കൾക്കറിയാമോ? അല്ല സാറേ, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. കറണ്ട് ഇല്ലെങ്കിൽ അത് ശരിയാക്കേണ്ടത് AEO ലൈൻമാനോ അല്ലേ. ഞാൻ ടെക്നിക്കൽ സ്റ്റാഫ് അല്ലേ സാറേ. കൊള്ളാം, നല്ല ന്യായം. ഷാജി എന്തായാലും ഇലക്ട്രിസിറ്റി ഓഫീസിലാണല്ലോ ജോലി ചെയ്യുന്നത്. അതെ. അപ്പൊ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ തെറ്റുകൾക്കും ഷാജിയും ഉത്തരവാദിയാണ്.
വെറുതെ കൈനീട്ടി ശമ്പളം വാങ്ങിച്ചാ പോരാ, അതിനുള്ള ജോലി കൂടി ചെയ്യണം. ഞാൻ അങ്ങനെ കൃത്യസമയത്ത് ജോലി ചെയ്തുകൊണ്ട് മാത്രമാണ് ഷാജിക്ക് അന്ന് കൃത്യസമയത്ത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരാൻ കഴിഞ്ഞത്. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല സാറേ. സാർ ഒരു കാര്യം ചെയ്യ്, ഓഫീസിൽ വിളിച്ച് പറ, അവരൊന്ന് ശരിയാക്കി തരും. ഓ, ഇനി ഫോൺ വിളിച്ച് അവര് വന്ന് ശരിയാക്കിയിട്ട് ഷർട്ടും മുണ്ടും തെച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഇറങ്ങുമ്പോ സമയത്തിനാവും. എങ്കിൽ പിന്നെ സാർ ഒരു കാര്യം ചെയ്യ്, ഈ ഷർട്ടും മുണ്ടുമായിട്ട് ഓഫീസിലേക്ക് ചെല്ലേ, അവര് തേച്ചു തരുമായിരിക്കും. എന്റെ പൊന്ന് സാറേ, ചുമ്മാ വഴക്കുണ്ടാക്കാൻ വരാതെ വേറെ വല്ല ജോലി നോക്ക്. കറണ്ട് ആകുമ്പോ ചിലപ്പോ പോവും, ചിലപ്പോ വരും. അതിനിങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഓഹോ, എന്ത് ഓഹോ? ഞാൻ മീറ്റർ റീഡിംഗ് എടുക്കാൻ വന്നതാ. എന്നെ ശല്യപ്പെടുത്തുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ ഞാൻ പരാതി കൊടുക്കും. അത് ശരി, അത് ശരി. വലിയ ഓഫീസർ താങ്കളി ശരിയാക്കി തരാം ഞാൻ. അഹങ്കാരി. നമ്പരോടെ എന്താ മുന്നോട്ട് നോക്കുന്നത്? ഇലക്ട്രിസിറ്റി ഓഫീസിലെ ഫോൺ നമ്പർ. എന്താ കാര്യം? അരിയും തിന്ന് ആശാരിച്ചും കടിച്ച് പിന്നെയും നായ്ക്ക് മുറുമുറുപ്പ് എന്ന് പറയാറില്ലേ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അയ്യോ, നായയുടെ കാര്യത്തിന് ഇലക്ട്രിസിറ്റി ഓഫീസ് വിളിച്ചിട്ട് എന്താ മോനിട്ട കാര്യം? പഞ്ചായത്തിലും മൃഗസംരക്ഷണ വകുപ്പിലോ വിളിക്കണ്ടേ? നായയുടെ കാര്യമല്ല, ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് റീഡിംഗ് എടുക്കാൻ വന്നയാൾ എന്നോട് മോശമായി പെരുമാറി. അയ്യോ, കറണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ പരാതി പറഞ്ഞപ്പോൾ അയാൾ പറയുകയാണ് ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന്. എന്നും അയാളുടെ അഹങ്കാരം തീർത്തിരിക്കും. ഈ വില്ലേജ് ഓഫീസർ ആരാണെന്ന് അയാൾ ഇന്ന് അറിയും. പക്ഷെ ഇപ്പൊ കറണ്ട് ഉണ്ടല്ലോ. അനൊന്ന ആ, കറണ്ട് വന്നു. ഞാൻ മോഹനയുടെ ഷർട്ട് മുണ്ട് തേച്ച് വെക്കുകയും ചെയ്തു. ഷർട്ട് മുണ്ടിട്ട് വരുമ്പോഴേക്കും ഞാൻ കഴിക്കാനുള്ളതെല്ലാം എടുത്തു വെച്ചോളാം. പെട്ടെന്നെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യം 9:38 തന്നെ മോഹനേട്ടന് ഇവിടുന്ന് ഇറങ്ങാൻ സാധിക്കും. ഇനി അതല്ല, പരാതി പറയാനായിട്ട് എലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. എന്ത്? 1, സമയം ഇനിയും വെറുതെ പോകും. ഞാൻ തുണി അലക്കിക്കൊണ്ടിരുന്നപ്പോ മുതൽ കൃത്യനിഷ്ഠയുടെ കാര്യം പറഞ്ഞ് സമയം വെറുതെ കളയായിരുന്നല്ലോ മോഹനേട്ടൻ. ഇനി അത് വേണം. എന്താ രണ്ടാമത്തെ കാര്യം? ആ, മോഹനേട്ടൻ എലക്ട്രിസിറ്റി ഓഫീസിൽ വിളിക്കുമ്പോ ഇവിടെ കറണ്ട് പോയില്ലായിരുന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവില്ലേ? കറണ്ട് പോയില്ലായിരുന്നു. പോയായിരുന്നു, പക്ഷെ അത് ഞാൻ ഫ്യൂസ് ചെയ്ത. തുണി തേക്കാനാണെന്ന് പറഞ്ഞു പോയിട്ട് ഓടിച്ചെന്നിട്ട് ഫ്യൂസ് വരും. എന്നിട്ടാണ് ഞാൻ മോഹനേട്ടനെ വിളിച്ചത്. എന്നെ വഴക്ക് പറയാൻ പാടില്ല എന്നുള്ളത് 2 കാര്യങ്ങളുണ്ട് മോഹനേട്ടാ. ഒന്നാമത്തേത്, മോഹനേട്ടൻ വെറുതെ സമയം കളയിച്ചപ്പോ മോഹനേട്ടനെ അത് മനസ്സിലാക്കി തരാനായിട്ടാണ് ഞാൻ ഫ്യൂസ് ഊരിയത്. ഇനി രണ്ടാമത്തേത്, ഞാൻ മോഹനേട്ടന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്നെ വഴക്ക് പറയാൻ പാടില്ലല്ലോ, അല്ലേ? മറ്റുള്ളവരെ ഉപദേശിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും സുഖമുള്ള ജോലി. വീട്ടുജോലികൾ കൃത്യമായി ചെയ്യുന്ന ഭാര്യയെ ഒരു കൈ സഹായിക്കാതെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുക മാത്രം ചെയ്യുന്ന ഭർത്താക്കന്മാർ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ. അത്തരക്കാരോട് അവരുടെ ഭാര്യമാർ ഇത്തരത്തിൽ പെരുമാറാതിരിക്കട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം